Hi friends, welcome back to my channel. ഇനി വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ്. പോൾട്ടി ബട്ടൺസ് ആണ് നമ്മൾ മിഡിലായിട്ട് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുണീനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുർത്തിക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കാം. ഇതിൻ്റെ വീതി വരുന്നത് 6 ഇഞ്ചാണ്. നമുക്ക് കറക്റ്റ് വീതി വരേണ്ടത് 5.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് എടുക്കാം. അപ്പോൾ എത്രയാണ് നമുക്ക് വീതി വേണ്ടത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതൽ തയ്യൽത്തുമ്പ് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി ഇറക്കം വേണ്ടത് 14 ഇഞ്ചാണ്. 13 ഇഞ്ചാണ് കറക്റ്റ് അളവ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അതിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കാനും താഴെ 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനുമാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 14 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇറക്കം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇവിടെ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് നീക്കിയിട്ട് നെക്കിൻ്റെ വീതി അത് 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ അതവിടെ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഈ ഒരു 1/2 ഇഞ്ച് മടക്കിയത് വിട്ടത് നമ്മളവിടെ പോൾട്ടി ബട്ടൺസ് വയ്ക്കും. അപ്പോൾ ആ ഒരു ഭാഗം മടങ്ങിപ്പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇവിടെ 4.5 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇറക്കം 4.5 ഇഞ്ചാണ് നെക്കിന് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു യു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ നെക്കിന് തയ്ച്ചു പോവും. ബാക്കി ഒരു 1.5 ഇഞ്ചാണ് ഇവിടുത്തെ ഒരു വീതി വരണത്. ബാക്കി 1/2 ഇഞ്ച് ആ ഒരു അറ്റത്ത് മടങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ തുണീൻ്റെ വീതി കണക്കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു മടങ്ങിയ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ചും പിന്നെ ആ മടക്കി തയ്ക്കുക അറ്റത്തുനിന്ന് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ മടക്കി തയ്ക്കുക ഒരു 1/2 ഇഞ്ച് കൂട്ടി. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് വിടേണ്ടത്. ഇനി നമ്മൾ ആ മിഡിലിൽ ഇതുപോലെ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫ്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കട്ടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒരു അളവിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലൈനിങ് പീസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതും കൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കിട്ടും ക്ലോത്തിന്. അതിന് വേണ്ടിയാണ്. ഇനി ഇവിടെ ഞാൻ ഇതുപോലെ നമുക്ക് തെർമോ ബോൾസ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇതുപോലെ ഈ ഒരു തുണിയിൽ നമ്മൾ ചുറ്റിയിട്ട് നമ്മൾ കെട്ടിടുകയാണ് നൂല് വെച്ചിട്ട്. ഇതുപോലെ അതിന് മാച്ച് ചെയ്തിട്ടുള്ള നൂല് വേണം നിങ്ങൾ എടുക്കേണ്ടത്. എന്നിട്ട് സെൻറ്ററിലായിട്ട് ആ ബോൾ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി നമ്മൾ കെട്ടിക്കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് 1.5 ഇഞ്ചിൽ ഇടവിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിൽ നെക്ക് തയ്ക്കാൻ പോകും. ബാക്കി താഴേക്ക് 1.5 ഇഞ്ച് ഇതുപോലെ എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു പോൾട്ടി ബട്ടൺസ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ വയ്ക്കേണ്ടത്. ഇതിൻ്റെ ആ ബോൾ ഈ തുണിയിൽ ഫേസ് ചെയ്യണ രീതിയിൽ ഈ ഒരു സൈഡിലായിട്ട് വയ്ക്കുക. മുകളിൽ കൂടെ ഇതൊന്ന് അടിച്ചു പോവാണ്. അപ്പോൾ അതൊന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കൊന്നൊരു സ്റ്റിച്ച് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മറിച്ചിടും. അപ്പോൾ അങ്ങനെയാണ് ആ ബോൾസ് വരണത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ഫൂട്ടറാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സാധാ ഫൂട്ടർ ആയാലും കുഴപ്പമില്ല. നമ്മളിതുപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആ ഒരു പോയിന്റിൽ നിന്ന് നീങ്ങാണ്ട് ഈ പോൾട്ടി ബട്ടൺസ് പിടിച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അരികത്തുകൂടെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ഇതിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് ഒന്ന് മടക്കി ഇങ്ങനെ ഇടും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങളൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഭാഗം പോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്താലും മതി. ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ മുമ്പ് തയ്ച്ച പോൾട്ടി ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഭയങ്കരമായിട്ട് കയറ്റി വയ്ക്കരുത്. അപ്പോൾ ആ നെക്കിൻ്റെ അവിടെ വൃത്തികേട് വരും. അപ്പോൾ ആ ഒരു ഇതിലായിട്ട് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അടിച്ചു പോവാണ്. ഇനി ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി തയ്ക്കാം. ഇല്ലെങ്കിൽ ചുരിദാറിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ മടക്കി തയ്ച്ചാലും മതി.
അപ്പോൾ ഇവിടുത്തെയും അളവുകൾ കറക്റ്റായിട്ട് എടുക്കാം. കണ്ടോ ഇവിടെ 5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ബാക്കി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒപ്പമായിട്ട് വേണം നിങ്ങൾ മടക്കേണ്ടത്. എല്ലാം നിങ്ങൾ ലൈനിങ് വെക്കണം മുന്നേ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ നെക്കിൻ്റെ ആ യു ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നിന്നാണ് താഴത്തുനിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ബോൾസിൽ കൊള്ളാണ്ട് ആ ഫൂട്ടർ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുർത്തേൻ്റെ നല്ല വെസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളും ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുർത്തേൻ്റെ നല്ല വെസ്റ്റ് ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കത് അടിച്ചു പോവാം. ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ചെരിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ യു ഷേപ്പ് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെയാണ് അപ്പോൾ ആ ഒരു പൊട്ടി ബട്ടൺസ് ഇങ്ങനത്തെ നെക്കിൽ വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ലൈനിങ് വയ്ക്കേണ്ടത്. അതായത് നല്ല വെസ്റ്റ് ലൈനിങ് വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ മറിച്ചിടുമ്പോൾ നമുക്ക് നെക്കും നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇവിടെ ലൈനിങ്ങിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് നമുക്കിതിനെ മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനത്തെ പോൾട്ടി ബട്ടൺസ് തയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.